ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു CPI CPM തർക്കമോ ഏറ്റുമുട്ടലോ NEPയിലും PMCയിലും ഇല്ല, അതുണ്ടാവുകയില്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് മന്ത്രിമാർ പോലും അറിയാതെ ഒപ്പിട്ടതാണ് ഇന്നത്തെ കേരളത്തിലെ ചർച്ചാ വിഷയം. ഇതിൻ്റെ നയം സംബന്ധിച്ചിട്ട് യാതൊരു തരത്തിലുള്ള അവ്യക്തതയോ രണ്ട് പാർട്ടികൾക്കിടയിലും ഇല്ല. രണ്ട് പാർട്ടികളിലുമുള്ള ലക്ഷക്കണക്കായ അംഗങ്ങളിൽ ആദ്യമായി PMC പദ്ധതിയെ ന്യായീകരിക്കുന്നത് ഒരു മന്ത്രി മാത്രമാണ്. ഭരണപരമായ കാരണങ്ങളൊക്കെ അദ്ദേഹം എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, CPIയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു പുതിയ അഭിപ്രായ പ്രകടനത്തിന് പ്രസക്തിയില്ല. കാരണം എന്താണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് എന്നും അതിൻ്റെ കാരണം എന്താണ് എന്നും ഞങ്ങൾ കേരളത്തോടും രാജ്യത്തോടും പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ CPM രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും അതിൻ്റെ ബഹുജന സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം തന്നെയും തമ്മിൽ CPIക്ക് ഒരു തർക്കവുമില്ല. അങ്ങനെ തർക്കമാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ തർക്കത്തിനൊരു പ്രസക്തിയുമില്ല. ഇവിടെ ഏകപക്ഷീയമായി എടുത്തിരിക്കുന്ന ഒരു മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിന് ആവശ്യമായ തിരുത്തുണ്ടാവണം. അത്രേ ഞങ്ങൾ പറയും. അല്ല, തിരുത്തുണ്ടായി അല്ലല്ല, എടുത്ത തീരുമാനത്തിനകത്തൊരു തിരുത്തുണ്ടാവുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അല്ല, ഈ സ്വാഭാവികമായിട്ടും ഏകപക്ഷീയമായി എടുത്തിരിക്കുന്ന മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാവണം. അല്ല, CPI ആവശ്യപ്പെടുന്നത് PMC പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്നുള്ളതാണല്ലോ CPIയുടെ ആവശ്യം. അതിനകത്തിന് വേറെ വിശദീകരണത്തിൻ്റെ പ്രസക്തിയില്ലല്ലോ. അല്ലല്ല, എവിടെ ആവശ്യപ്പെട്ടാലും PMC പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണം എന്നതാണ് CPI മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. അതൊക്കെ ഈ നാട്ടിൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇപ്പോൾ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതാ ബന്ധം ചോദിക്കുന്ന പോലെയാവും. അത് പ്രശ്നമില്ല. അത് പറയുമ്പോൾ പിന്നെ നമ്മൾ PM ഉഷ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രധാനമന്ത്രീൻ്റെ പേരിൽ ശ്രീമതി ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. ഈ 100 കണക്കിന് പേരുണ്ട്, പദ്ധതികളുണ്ട്. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. അപ്പോൾ ഈ സ്കീമുകൾക്കെല്ലാം തന്നെ അതിൻ്റെതായ പ്രത്യേകതകൾ, പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇപ്പോൾ PM ഉഷ എന്ന് പറയുന്നത് റൂസയുടെ വേറൊരു പതിപ്പ് മാത്രമാണ്. അതൊരു സ്ട്രക്ചറൽ ചേഞ്ചാണ്. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടിക്കൊടുക്കേണ്ടതില്ല. PMC സംബന്ധിച്ച സുവ്യക്തമായ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ പാടില്ല എന്നതാണ് ഞങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അന്നേരം കേന്ദ്രവും കേരളവും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന സംസ്ഥാന പദ്ധതികൾ ആ ചരിത്രത്തിലേക്കോ ആ കണക്കിലേക്കൊന്നും പോകുന്നതിനൊന്നും ഒരു പ്രസക്തിയില്ല. പിന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ സമ്പന്നമായ അനുഭവങ്ങളൊരു പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രായോഗികതകൾ, അപ്രായോഗികതകൾ, മുന്നണി ബന്ധങ്ങൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം CPI നല്ല കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാണ്. ജനങ്ങളെ സഹായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കേന്ദ്ര മന്ത്രിസഭയിൽ ചേരുന്നത്. എപ്പോൾ ചേരുന്നത്? ഇന്ദ്രജിത് ഗുജറാളിൻ്റെയും ദേവഗൗഡയുടെയും മന്ത്രിസഭക്കകത്ത് നമ്മൾ ചേർന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്നെന്താണ് നമ്മളെടുക്കുന്ന സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ പാർട്ടി ആകെ നന്നായിട്ട് ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി പിന്നെ ചേരാൻ പാടില്ല. അമ്പത്തെ CPIയുടെ നിലപാടാണത്. അമ്പത്തെ നിലപാടാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്ന ഒരു പരിപാടി അടിസ്ഥാനത്തിൽ അതിനകത്ത് ചേർന്നു. PMC അങ്ങനെ യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സഹായിക്കാൻ ഈ ബൂർഷ്വാ സംവിധാനത്തിനകത്തൊരു അവസരം കിട്ടുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ പുന്നപ്ര വയലാറിന് ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പദവി കിട്ടുന്നത്, കർഷക സമരങ്ങൾ പലതും സ്വാതന്ത്ര്യ സമരങ്ങളായിട്ട് അംഗീകരിക്കുന്നത്, ജമ്മു കാശ്മീർ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കാണിച്ച ചരിത്രപരമായ വലിയ ഒരു ശരിയായ തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പഴയ ചരിത്രങ്ങളൊന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രായോഗികതയിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ആകെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. ആ സമരത്തിൽ ആ പോരാട്ടത്തിൽ ഞങ്ങളുടേതായ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് രണ്ട് പാർട്ടികളുടെയും രേഖകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പാർട്ടി കോൺഗ്രസ് എടുത്ത CPIഎമ്മിൻ്റെയും CPIയുടെയും രേഖകൾക്കും അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനം കൂടിയാണ്. CPI ഒരിക്കലും അങ്ങനെ വിരുദ്ധമായൊരു തീരുമാനം കൈക്കൊള്ളുന്നില്ല. മാത്രമല്ല, ഈ വിഷയത്തിനകത്ത് തന്നെ ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകൾ കൃത്യമായിട്ട് പറഞ്ഞു. മറച്ചു വെക്കാനൊന്നുമില്ല, രഹസ്യമായിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിനകത്ത് ആവശ്യമായ തിരുത്തലുകൾ സമീപനം ഉണ്ടാകാമുള്ളതാണ് കാര്യം. തിരുത്തുണ്ടായാൽ മഞ്ഞുരുകും, ഇല്ലെങ്കിൽ മഞ്ഞുരുകില്ല.
എന്നാൽ ഞാനിത് ഏതാണ്ട് പറയുന്നത് പോലെ നമുക്കൊരു കടങ്കഥക്ക് ഉത്തരം പറയുന്ന പോലെ പറയാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയം ഒരു 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 കടങ്കഥയല്ല. എന്തായാലും ഒരു തരം എന്താ ഞാൻ പറയാൻ പറഞ്ഞാൽ ഒരു സൗകര്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ പാർലമെൻ്ററി പ്രവർത്തനവും പാർലമെൻ്ററേതര പ്രവർത്തനവും രണ്ടും രണ്ടാണ്, അത് ഒന്നാണെന്ന് ചിലർ ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലർ ഒരിക്കലും അദ്ദേഹം ഞങ്ങളെ ഉദ്ദേശിക്കില്ല. കാരണം ഇത് ഒരു തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഈ രംഗത്തെല്ലാം നല്ല പയറ്റിത്തെളിഞ്ഞ അനുഭവ സമ്പത്തുള്ള ഒരു പാർട്ടിയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ജനാധിപത്യത്തിന് ചെറുതല്ലാത്ത സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു 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 സംസ്ഥാനങ്ങൾ ഒരു പാർട്ടിയാണ് CPM. EMS മുതൽ പറഞ്ഞു വരുന്നതാണ് അത് 2025-ലും ബാധകമാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. അതിപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ, ഇനി പിന്നീട് കൂടുതൽ പറയേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. 57-ലെ EMS എന്ന് പറയുന്നത് CPIയുടെ സ്വത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു പുതിയ നമ്മുടെ ചർച്ചയിലേക്ക് പോകണ്ട. അല്ല, കൂടുതൽ പറയുമ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ശരിയായ കാര്യങ്ങളാണെങ്കിൽ കേൾക്കും, എന്തെങ്കിലും ഞങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ പറയും. എന്തായാലും അദ്ദേഹത്തെ പോലെ ഇത്രയധികം രാഷ്ട്രീയ ധാരണയുള്ള ഒരു നേതാവിനോടൊന്നും തർക്കിക്കാൻ ഞാനില്ല.